പുതിയൊരു യാത്രയിലാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുമുണ്ട് എൻ്റെ ഈ യാത്രയിൽ. ഞങ്ങളുടെ വാഹനത്തിൻ്റെ പുറകെ വരുന്ന ഈ വാഹനങ്ങളും ഒരു പക്ഷേ ഞങ്ങൾ പോകുന്നിടത്തേക്കായിരിക്കുമോ? ചെറിയ ഗ്രാമങ്ങളും കൃഷിഭൂമിയും തരിശുനിലയും എല്ലാം പിന്നിട്ട മനോഹരമായൊരു വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ ധാരാളം തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം. കൃഷിഭൂമിയുടെ നടുവിലൂടെ നീണ്ടു പോകുന്ന റോഡ്. ഇപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡ് തരിശായി കിടക്കുന്ന കുറേയധികം സ്ഥലം. തരിശുഭൂമി പോലെ കിടക്കുന്ന സ്ഥലം ഒരു പക്ഷേ വിളവെടുപ്പ് കഴിഞ്ഞ പാടശേഖരങ്ങളായിരിക്കുക. റോഡിന് ഇരുവശവുമുണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. ഞാനും എൻ്റെ സുഹൃത്തുക്കളും യാത്ര ആരംഭിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള പുട്ടപർത്തിൽ നിന്നാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാം ചെറിയൊരു ഗ്രാമം, നിർമ്മാണത്തിരിക്കുന്ന വീടൊക്കെ കാണാം. അത് പിന്നിട്ടതോടുകൂടി ഒരു ജംഗ്ഷനിലാണ് വന്ന് നമ്മൾ എത്തിച്ചേർന്നത്. തികച്ചും ഗ്രാമീണമായ മേഖലയിലുള്ള ഈ ജംഗ്ഷനിൽ ട്രാഫിക് ജാമോ, ഒട്ടും മുൻകരുതലെടുക്കാതെ ലോഡുമായി പോകുന്ന വാഹനവും നമുക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മനോഹരമായ ഒരു കൃഷി സ്ഥലത്തിൻ്റെ അടുത്താണ്. ആന്ധ്ര സർക്കാരിൻ്റെ ബസ്സിനെ പിന്തുടർന്ന് ഞങ്ങളുടെ വാഹനവും പോവുകയാണ്. റോഡിൻ്റെ വലതുവശത്തുള്ള മതിൽക്കെട്ടിനുള്ളിൽ കാണുന്നത് ഒരു വ്യവസായ സ്ഥാപനമാണ്. കുറേ അധികം ഏക്കറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ വ്യവസായ സ്ഥാപനം. അതിൻ്റെ മതിൽക്കെട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നതും കൃഷിഭൂമിയാണ്. തികച്ചും കാർഷിക മേഖലയിലൂടെയാണ് ഞങ്ങളുടെ വാഹനം കടന്നു പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വാഹനം മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ നട്ടിരിക്കുന്ന തണൽ വൃക്ഷങ്ങൾ. കുറേയധികം ദൂരത്തിൽ നട്ടിട്ടുണ്ട് ഈ തണൽ വൃക്ഷങ്ങൾ റോഡിൻ്റെ സൈഡിൽ. വീണ്ടും റോഡിൻ്റെ സൈഡിലുള്ള ചെറിയ ഗ്രാമത്തിൽ പ്രവേശിച്ചു. തികച്ചും വിജനമായ വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് കൂടിയാണ് ഇവിടെ ഈ റോഡ് കടന്നു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും മരുഭൂമിയിലൂടെയാണോ ഈ റോഡ് കടന്നു പോകുന്നത് എന്ന്. എന്നാൽ ചെറിയ ചെറിയ വൃക്ഷങ്ങളും ചെറു ചെടികളുമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. വളരെ അധികം ഏരിയയിൽ പരന്നു കിടക്കുന്ന സ്ഥലമാണിത്. റോഡിൻ്റെ ഇരുവശത്തും ഇതാണ് അവസ്ഥ. ഞങ്ങളുടെ ഈ യാത്ര ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ നിന്നും മടക്കസിറ എന്ന സ്ഥലത്തേക്കാണ്. അത് കർണാടക സംസ്ഥാനത്തിൻ്റെ അതിരായി പങ്കിടുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഗ്രാമത്തിലുള്ള ഒരു സ്കൂളാണ്. ഇപ്പോൾ റോഡിന് ഇരുവശവും മനോഹരങ്ങളായ തണൽ വൃക്ഷങ്ങളുള്ള മനോഹരമായ സ്ഥലത്തിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. വളരെയധികം ദൂരത്തിൽ ഇവിടെ റോഡിൻ്റെ ഇരുവശത്തും ധാരാളം തണൽ വൃക്ഷങ്ങൾ നട്ട് റോഡ് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഈ റോഡ് ചെല്ലുന്നത് അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ഗ്രാമത്തിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാം റോഡ് സൈഡിൽ ഇരിക്കുന്ന സാധാരണക്കാരായ ഗ്രാമീണർ. വീണ്ടും നമുക്ക് കാണാം അങ്ങ് ദൂരെ കൃഷി ചെയ്തിരിക്കുന്ന തെങ്ങ്. വീണ്ടും മനോഹരമായ ഒരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുട്ടപർത്തിൽ നിന്നും മടക്കസിറ എന്ന സ്ഥലത്തേക്ക് ഏകദേശം 74 കിലോമീറ്റർ പരം ദൂരമുണ്ട് ബൈ റോഡ്. വിജനമായ സ്ഥലം വീണ്ടും കണ്ടു തുടങ്ങി. ഇപ്പോൾ ചെറിയൊരു ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചു നമ്മൾ. ഇവിടെ റോഡിന് കുറുകെ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. അതെല്ലാം പിന്നിട്ട് മനോഹരമായ സ്ഥലത്തിലൂടെ വീണ്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ ധാരാളം തണൽ വൃക്ഷങ്ങൾ. വീണ്ടും ധാരാളം പച്ചപ്പുള്ള സ്ഥലത്തിലൂടെ ആണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ചെറിയ ഗ്രാമത്തിലെത്തി. ഇവിടെ റോഡിന് കുറുകെ പായുന്ന ചെമ്മരിയാടൻ കുട്ടം. അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ട്രക്ക് കാണാം. അതും പിന്നിട്ട് വീണ്ടും റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു ട്രക്കും പിന്നിട്ട് ഞങ്ങളുടെ വാഹനം പോകുകയാണ്. ഇവിടെ സ്ഥലം അളന്ന് തിരിച്ച് ഇരിക്കുന്നത് നമുക്ക് കാണാം. മടക്കസിറയിലേക്ക് നീണ്ടു കിടക്കുന്ന
റോഡ്. ഇവിടെ റോഡെല്ലാം മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കാണുന്നത് മറ്റൊരു വ്യവസായ സ്ഥാപനമാണ്. അതും പിന്നിട്ട് റോഡ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മടക്കസിറയിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റോഡിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായി പണിതിട്ടുള്ള ഒരു ഹൈവേ ആണിത്. Anandapur route? No. It is connected to Bombay Highway at Sira. Sira is there, na? From there to that up to that place. Okay. Road at that only. City. Actually, Hindupur is a big city. Big city. Oh. We are coming through Hindupur only by train. No, via Hindupur bypass. Oh. After Balkrishna's constituency, no? Hindupur. In Malay, Allu Arjun, most of the film artists' films are there. Junior NTR is somewhat poor when compared to those. Hello. मैं मडकशिरा में हूँ. एक बार आप फोन कर. ഇവിടെ ഇപ്പോഴും കാളവണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ മടക്കസിറയിലേക്കുള്ള ഹൈവേ നീണ്ടു നിവർന്ന് കിടക്കുന്നു. വളരെ മനോഹരമായി പണിതിട്ടുള്ള റോഡാണ്. ഇപ്പോൾ ഞങ്ങൾ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് പുറത്തെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മടക്കസിറ ലക്ഷ്യമാക്കി മനോഹരമായ റോഡിലൂടെ കുതിക്കുകയാണ്. ഇവിടെ ഹൈവേ 2 വരി പാതയാണ്, 4 വരി പാതയായില്ല. പക്ഷേ വളരെയധികം തിരക്കുള്ളൊരു ഹൈവേ കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാം ഹൈവേയുടെ ഇരുവശത്തും ധാരാളം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ കൃഷിഭൂമിയിൽ നിന്ന് പണി കഴിഞ്ഞ് പോകുന്ന കർഷകരെ നമുക്കിപ്പോൾ കാണാം. ഡ്രൈവ് ചെയ്യാൻ പറ്റിയ മനോഹരമായൊരു ഹൈവേ കൂടിയാണ് ഇത്. സുന്ദരമായ കൃഷിഭൂമിയിലൂടെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റോഡ്. ഇപ്പോൾ ചെറിയൊരു ജനവാസ മേഖലയിൽ എത്തി. അതോടൊപ്പം കൃഷി ചെയ്തിരിക്കുന്ന ഭൂമിയും. ഇപ്പോൾ പുൽകൃഷിയും തെങ്ങ് കൃഷിയും ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തി. വീണ്ടും റോഡ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് മടക്കസിറയിലേക്ക്. ധാരാളം കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായൊരു സ്ഥലത്തിലൂടെയാണ്, കൃഷിഭൂമിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു വ്യവസായ സ്ഥാപനമാണ് ആ കോമ്പൗണ്ടിനുള്ളിൽ. ഇവിടെ നമുക്ക് കാണാം കൃത്യമായി അതിര് തിരിച്ചിരിക്കുന്ന കൃഷിഭൂമിയും. ഇവിടെ തികച്ചും വിജനമായ ഏരിയ. പക്ഷേ ചില അന്യസംസ്ഥാന ബസ്സുകളും മറ്റ് വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. മടക്കസിറ വളരെ പ്രാചീന കാലം മുതൽ വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ്. ഇവിടെ മടക്കസിറയിൽ കുന്നിൻ മുകളിൽ പണിത ഒരു കോട്ടയാണ് പ്രധാന ആകർഷണ കേന്ദ്രം. ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ പണിത ഒരു കോട്ടയുണ്ട് ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ. അങ്ങനെ ഞങ്ങൾ മടക്കസിറ ടൗണിലെത്തി. ടൗണിൻ്റെ പുറകിൽ കാണുന്ന മലയിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലുള്ള കോട്ടയിൽ കയറുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നത്. ആ കാണുന്ന മലയിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. മടക്കസിറ ഫോർട്ട്. മടക്കസിറ കോട്ടയുടെ ഏറ്റവും താഴത്തുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മലമുകളിൽ നിന്നും വളരെ അധികം ഏരിയയിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് മടക്കസിറ ഫോർട്ട്. ആ കാണുന്ന മലയുടെ മുകളിലാണ്. പക്ഷേ ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു. ഇന്ന് കോട്ടയിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. മടക്കസിറ കോട്ടയ്ക്ക് സിംഹഗിരി എന്നും പേരുണ്ട്. ഇതൊരു നടൽപ്പന്തലാണ്. ഈ നടപ്പന്തൽ പോകുന്നത്
ഇവിടെ അടുത്ത് തന്നെയുള്ള ഷിർദി സായി ബാബയുടെ മന്ദിരമുണ്ട്. ആ മന്ദിരത്തോട് ചേർന്നൊരു റെസ്റ്റ് ഹൗസ് ഉണ്ട്. ആ റെസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാൽ മടക്കസിറ ഫോർട്ടും മടക്കസിറ സിറ്റിയും വളരെ മനോഹരമായി കാണാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം മടക്കസിറ കോട്ട ആ മലമുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മടക്കസിറയിൽ ടൗൺ വളർന്നിരിക്കുന്നു, ആ മല നിരയുടെ അടുത്ത് വരെ. ആ മലമുകളിൽ കാണുന്നതാണ് മടക്കസിറ ഫോർട്ട്. 1492 സിരിത രംഗപ്പ നായക് ആണ് ഇത് നിർമ്മിച്ചത്. ഈ റെസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ഷിർദി സായി ബാബയുടെ മന്ദിർ. മനോഹരമായൊരു നിർമ്മിതിയാണിത്. വ്യത്യസ്തമായ ഡിസൈനിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു മന്ദിർ. ആ മന്ദിരത്തിനുള്ളിൽ കയറാൻ തീരുമാനിച്ചു. ധാരാളം പടിക്കെട്ടുകൾ കടന്നു വേണം മന്ദിരത്തിനുള്ളിൽ പ്രവേശിക്കാൻ. മനോഹരമായി പരിപാലിച്ചു പോരുന്ന ഒരു മന്ദിരമാണിത്. ഇത് മാർബിളിൽ കൊത്തിയ ഒരു നന്ദി വിഗ്രഹമാണ്. മന്ദിരത്തിനുള്ളിൽ ഇപ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷിർദി സായി ബാബയുടെ മാർബിളിൽ പണിത മനോഹരമായൊരു ശില്പം. വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു സിംഹാസനത്തിലാണ് ഷിർദി സായി ബാബ ഇരിക്കുന്നത്. ഷിർദി സായി ഭക്തന്മാർക്കിടയിൽ അദ്ദേഹം ഒരു സന്യാസി, ഫക്കീർ, ഒരു സദ്ഗുരു എന്നീ നിലകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ധാരാളം ഷിർദി സായി ഭക്തരാണ് ദിനംപ്രതി ഈ മന്ദിരത്തിൽ വരുന്നത്. ഒരു പ്രധാന മന്ദിരവും അതിനോട് ചേർന്ന ഒരു ഉപമന്ദിരവുമുണ്ട് ഇവിടെ ഷിർദി സായി ബാബയ്ക്ക്. അങ്ങനെ മന്ദിരം കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ കല്ലിൽ പണിത റൗണ്ടിലുള്ള ഭാഗമാണ് കോട്ടയുടെ ഏറ്റവും താഴെയുള്ള ഭാഗം. നഗരമധ്യത്തിൽ വളർന്നു നിൽക്കുന്നൊരു മരം. വളരെ മനോഹരമായൊരു കാഴ്ച. നഗരമധ്യത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് മടക്കസിറ ഫോർട്ട്. മടക്കസിറ ഫോർട്ടിൽ കയറാൻ പറ്റിയില്ല വിഷമത്തോടെ. പിന്നീട് ഒരിക്കൽ വരാമെന്ന പ്രതീക്ഷയോടെ മടക്കസിറയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങ് ദൂരെ അകന്നകന്ന് പോകുന്ന മടക്കസിറ മലയും അതിന് മുകളിലുള്ള കോട്ടയും. താങ്ക് യു ഫോർ വാച്ചിങ്.